ടീം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് V3 കാർസിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലോ ബഡ്ജറ്റ് കാറുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു. V3 കാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആദ്യത്തെ വണ്ടി മാരുതി സുസുക്കി ഓൾട്ടോ 800 ആണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2016 മോഡൽ LXI വണ്ടിയായിരുന്നു. അതിൽ AC ഫാസ്റ്റ് ആൻഡ് 2 ഡോർ വിൻഡോ, എക്സ്ട്രാ പിന്നെ ഒരു എയർ ബാഗ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ അഡീഷണൽ ആയിട്ട് മേടിച്ചതാണ്. എയർ ബാഗ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പക്കാ വണ്ടിയാണ്. പക്കാ വണ്ടിയാണ്. ഇതിന് മെയിൻ്റനൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര? മാരുതിയുടെ വണ്ടിയല്ലേ, ഒന്നും വരാനായിട്ട് ചെറിയ 2000-3000 റേഞ്ചിലേ ഉണ്ടാവില്ല. എത്ര കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി? ഇത് 42,000 കിലോമീറ്റർ. 42,000. ഓണർഷിപ്പ് എത്രയാണുള്ളത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ടയറുകളൊക്കെ നമുക്ക് ഏകദേശം ഒരു ആവറേജ് ടയേഴ്സ് ലഭ്യമാകുന്നുള്ളൂ. 4 ടയേഴ്സും ഒരു ആവറേജ് ലഭ്യമാകുന്നുള്ളൂ. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഇതിനോട് ചോദിക്കുന്ന റേറ്റ് എത്രയാണ് ഇപ്പോൾ? ഇത് 2,45,000. 2,45,000. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വണ്ടി KL 55 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കി വാഗണർ ആണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2006 മോഡൽ AC പവർ സ്റ്റാറിങ് 2 ഡോർ വിൻഡോ വരുന്ന വാഗണർ LXI. ഇത് കിലോമീറ്റർ വരുന്നത് ഏകദേശം ഒരു 1,15 അവിടെ ഓടിയുണ്ട്. 1,15,000 ഓടിയുണ്ട്. മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പിന്നെ വില വരുന്നത് 1,400 രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയ വ്യത്യാസം ചെയ്തു. 1,25,000 ചോദ്യം. നിലവിൽ എത്ര ഓണർഷിപ്പ്? അത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ മേജർ ആയിട്ടൊന്നുമില്ല. ചെറിയ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഇല്ല, ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഈ 1,25,000 നെഗോഷ്യബിൾ ആണോ? അത് അടിച്ച് ചെയ്ത് കൊടുക്കും, കുഴപ്പമില്ല. ചെയ്ത് കൊടുക്കല്ല. വേറെ ഇതിന് മൈലേജ് എത്ര ലഭിക്കും വണ്ടി? മൈലേജ് ഒരു 17-18 റേഞ്ചൊക്കെ ഉണ്ടാവും. 17-18 റേഞ്ച് മൈലേജിലുണ്ടോ? മെയിൻ്റനൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ നോർമലി ഒരു 2,000-3,000 രൂപയുടെ റെഗുലർ സർവീസും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വീണ്ടും KL 60 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കി വാഗണർ ആണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2007 മോഡൽ വണ്ടിയാണ്. 2007 മോഡൽ. ഓപ്ഷൻ വരുന്നത് VXI വരുന്നുണ്ട്. AC പവർ സ്റ്റാറിങ് 4 വിൻഡോ വരുന്ന വണ്ടി. ഓക്കെ. പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് വരുന്നത് 1,35,000. 1,35,000. എത്ര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടാവും? 1,18 1,13 അവിടെ വരുന്നത്. 1,18,000. ഓണർഷിപ്പ് എത്രയാണ് നിലവിൽ? സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ടയറുകളൊക്കെ അത്യാവശ്യം ഒരു 60% ഉണ്ട്. ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ, ആവറേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഈ 1,35 എന്നുള്ള റേറ്റ് നെഗോഷ്യബിൾ ആണ്. V3 കാർസിൻ്റെ ഒരു യാർഡാണ് നമ്മളിപ്പോൾ കണ്ടത്. വേറെ യാർഡ് കൂടെ ഇവർക്കുണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഈ യാർഡിലെ അവസാനത്തെ വണ്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്, മാരുതി സുസുക്കി വാഗണർ. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2014 മോഡൽ. ഓക്കെ. വാഗണർ വരുന്നത് LXI ഓപ്ഷൻ വരുന്നത് AC ഫാസ്റ്റ് ആൻഡ് 2 ഡോർ വിൻഡോ ബേസ്. ഓക്കെ. ബേസ് മോഡൽ. ഇത് കിലോമീറ്റർ ഓടിയത് 75,000 കിലോമീറ്റർ ഓടിയുണ്ട്. 75,000. മേജർ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 ടയർ പുതിയതുണ്ട്, 2 ടയർ ആവറേജ് ഉള്ളൂ. ഓക്കെ. ഇതിൻ്റെ ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പിനാണുള്ളത്. വേറെ മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ആ ഒരു റെഗുലർ സർവീസ് 2,000-3,000 രൂപയൊക്കെ ഉണ്ടാവും. മൈലേജും ഈ പറഞ്ഞ പോലെ തന്നെ 16-17 ആ ഒരു റേഞ്ചിൽ, ചിലപ്പോൾ 15-17 വരെയൊക്കെ മൈലേജ് ലഭ്യമാവും. സീരീസ് വണ്ടിയാണ്, കുറച്ചുകൂടെ മൈലേജ് ഉണ്ടാവും. 19 വരെ മൈലേജ് ഉണ്ടാവും. ഓക്കെ. ഇതിനോട് ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? ഇത് 2,85,000. നെഗോഷ്യബിൾ ആണ്. അതെ, 2,85,000 നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഇനി മറ്റേ യാർഡിലെ വണ്ടി എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട V3 കാർസിൽ നിന്നും അവരുടെ മറ്റൊരു ബ്രാഞ്ചിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളെ സഹായിക്കാനുള്ളത് റഷീദ്ക്കാണ്. നമ്മുടെ ആദ്യത്തെ വണ്ടി KL 8 രജിസ്ട്രേഷനിലുള്ള ഷെവർലെ ടവേറയാണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2004 മോഡലാണ്. 2004 മോഡൽ. ഇതും അതേമാതിരി പുതിയ റിന്യൂവൽ എടുത്താണ്. 2019 പുതിയ റിന്യൂവൽ ടാക്സ് ഒക്കെ എടുത്തതാണ്. ഇത് 5 കൊല്ലത്തെ ടാക്സ് ഉണ്ടാവും, 5 കൊല്ലത്തെ റിന്യൂവൽ ഉണ്ടാവും. ഇൻഷുറൻസും പുതിയതാണ്. ഈ കണ്ടീഷനിൽ നമ്മൾ 1,10,000 രൂപയാണ് നമ്മളിവിടെ ഓഫീസ് ചോദിക്കുന്ന വില. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. 1,10,000. ഇതിൻ്റെ കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഇത് ഓണർഷിപ്പ് ഇത് 3-4 ആയിട്ടുണ്ട്. അത്രയും മഴ വേണ്ടിയാണ്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 2,00,000 അടുത്തായിട്ടുണ്ട്. ഓടിയിട്ടുണ്ടല്ലേ? സർവീസ് ഒക്കെ കഴിഞ്ഞാണോ? മെക്കാനിക്കലൊക്കെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാം റെഡിയാണ്. വേറെ റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡൻസ്? മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്, വേറെ ഒന്നും ഇല്ല. ഓക്കെ, ശരി. ഈ റേറ്റ് നെഗോഷ്യബിൾ ആണ്? അതെ, ശരി. ഓക്കെ. അടുത്ത വീണ്ടും ഒരു 7 സീറ്റർ വണ്ടിയാണ്. KL 11 രജിസ്ട്രേഷനുള്ള മഹീന്ദ്ര XYLO. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2009 മോഡലാണ്. ഇതും ലൈഫ് ടാക്സ് വണ്ടിയാണ്. 2024 വരെ ടാക്സ് ഉണ്ടാവും, 2024 വരെ റിന്യൂവൽ ഉണ്ടാവും.
ഇത് നമ്മൾ ഈ കണ്ടീഷനിൽ ചോദിക്കുന്ന വില 1,90,000 രൂപയാണ്. 1,90,000 രൂപ. ഇതിന്റെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? ഇത് 2 ലക്ഷത്തിന്റെ അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,87 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് മൂന്നാമത്തത്. തേർഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. അതെ. ഇതിന്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാ മഹീന്ദ്ര? മെയിൻ്റനൻസ് ചാർജ് ഓയിൽ കാര്യങ്ങൾ മാറ്റലൊക്കെ ആകുമ്പോൾ 4,000 രൂപ ആ ലെവലൊക്കെ വരും. 4,000. എത്ര മൈലേജ് കിട്ടും ഈ വണ്ടിക്ക്? ഇതിന് 14 മുതൽ 16 വരെ കിട്ടും. 14 മുതൽ 16 വരെ മൈലേജ് ഉണ്ട്. E4 ആണ്. XYLO E4 സൺറൈസ് വരും, ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. ടോപ്പ് മോഡലാണോ? ഏറ്റവും ടോപ്പല്ല. E8 ആണ് ഏറ്റവും വരുന്നത്. ഈ 1,90,000 നെഗോഷ്യബിൾ ആയ റേറ്റ് ആണ്. അതെ അതെ അതെ. ഓക്കെ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. നമ്മുടെ അടുത്ത വണ്ടി KL9 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കി സെൻ ആണ്. എന്താണ് ഡീറ്റെയിൽസ്? ഇത് 2003 മോഡൽ ഡീസൽ സെൻ ആണ്. ഡീസൽ DI ആണ്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ ഇത് പുതിയ റിന്യൂവൽ, പുതിയ ടാക്സ്, ഇൻഷുറൻസും പുതിയത് എടുത്തു കൊടുക്കും. ഈ വണ്ടി ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? 1,00,000 1.5 ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ടോ? 1.5 ലക്ഷം കിലോമീറ്റർ. എത്രയാണ് ഓണർഷിപ്പ്? ഇത് ഓണർഷിപ്പ് ഇപ്പോൾ 2-3 ആയിട്ടുണ്ടോ? ഓക്കെ. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? മൈലേജ് 20ന്റെ മേലെ എന്തായാലും ഉണ്ടാവും. 20ന്റെ മേലെ ഗ്യാരണ്ടിയാണ്. ഓക്കെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, അത് മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്, വേറെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ. വേറെ ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയറുകളൊക്കെ ഉണ്ട്. ഒരു 60% ടയറുകൾ ലഭ്യമാണ്. ഇതിനിപ്പോൾ ഇവിടെ ചോദിക്കുന്ന വില എത്രയാണ്? 65,000 ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. 65,000 ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. നമ്മുടെ അടുത്ത വണ്ടി KL53 രജിസ്ട്രേഷനുള്ള ടൊയോട്ടയുടെ ഇന്നോവയാണ്. എന്തൊക്കെയാണ് ഇത് 2007 മോഡലാണ്. MH റീ ആണ്. മഹാരാഷ്ട്ര ഇവിടെ റീ ആക്കിയതാണ്. 2007 മോഡൽ ടൈപ്പ് 4 പുതിയ മോഡൽ ആക്കിയതാണ്. ടൈപ്പ് 4. അതേമാതിരി പിന്നെ ഇതിന്റെ വില ചോദിക്കുന്നത് 4,15,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. 4,15,000. ഈ ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വണ്ടിക്ക് ഉണ്ടാവും? ടൈപ്പ് 4 ആകുമ്പോൾ ബോണ്ട് മാറും, ഗ്രില്ലുകൾ മാറും, ഹെഡ്ലൈറ്റുകൾ മാറും, ബാക്കിലെ ബ്രേക്ക് ലൈറ്റ്, ഡിക്ക് നമ്മുടെ പുതിയ മോഡലാക്കും. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഇത് 2,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2.5 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടി. 2,80,000. ഇപ്പൊ കേരളത്തിൽ റീ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ഇവിടെ എത്ര ഓണർഷിപ്പ് ഉണ്ട്? ഇതിപ്പോ 2015 ഇവിടെ നമ്പർ ഏതാ? ഇവിടെ നമ്പർ എത്ര ഓണർഷിപ്പ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ? ഒറ്റ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഒറ്റ ഓണർഷിപ്പ്. മുന്നേ എത്ര ഉണ്ടായിരുന്നു അറിയോ? മുന്നും സിംഗിൾ ഓണർ തന്നെ. സിംഗിൾ ഓണർ. സെയിം ഓണർ തന്നെയാണ് ഇങ്ങോട്ടേക്ക്? വേറെ. ഇതിന് ഏകദേശം എത്ര മൈലേജ് ഉണ്ടാവും? ഇതിനൊരു 12 മുതൽ 15ന്റെ ഉള്ളിൽ. 15ന്റെ ഉള്ളിൽ. ടൊയോട്ട ആകുമ്പോൾ മെയിൻ്റനൻസ് വലിയൊരു ഉണ്ടാവില്ല. ചെറിയ മോഡലുകൾ വരും. വേറെ ആവറേജ് ടയേഴ്സ് ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡൻസ് മെയിൻ ക്ലാസ് മാറിയാണല്ലേ? ഓക്കെ. ഈ ഒരു 4 ലക്ഷത്തി എത്രയായിരുന്നു? 2 ലക്ഷത്തി വില ചോദിക്കുന്നത് 4,15,000. ഈ ഒരു 4,15,000 എന്ന വില നെഗോഷ്യബിൾ ആണ്. അടുത്തത് KL2 രജിസ്ട്രേഷനുള്ള ടാറ്റ സുമോ ആണ്. എന്താണ് കണ്ടിട്ട്? ഇത് 2008 മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ് ആണ്. DI ആണ്. സുമോ വിക്ട DI ആണ്. ടാക്സി കോട്ടയിൽ വരുന്ന വണ്ടികളാണിത്. ഇതിപ്പോൾ പ്രൈവറ്റ് ആണുള്ളത്. ടാക്സി കോട്ടയിൽ വരുന്ന മൈലേജ് ഉള്ള ടൈപ്പാണ്. 15ന്റെ മേലെ എന്തായാലും ഉണ്ടാവും. DI ആയതുകൊണ്ട്. അത് 2008 മോഡലാണ്. ഇൻഷുറൻസ് പുതിയത്, ടാക്സ് റിന്യൂവൽ 2023 വരെ ഉണ്ടാവും. 2023 വരെ. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും വണ്ടി? ഇത് ഏകദേശം 1,75 ഓടിയിട്ടുണ്ട്. 1,75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,75,000 ഓടിയിട്ടുണ്ട്. എത്ര ഓണർഷിപ്പിലാണുള്ളത്? ഇത് ഒറ്റ ഓണർഷിപ്പിലുള്ളത്. ടാറ്റയ്ക്ക് പൊതുവെ പഴയ വണ്ടിക്കൊക്കെ സുമോ അങ്ങനെയില്ല, എഞ്ചിൻ കംപ്ലൈന്റ് ഒക്കെ കേൾക്കാറുണ്ട്. DIക്ക് മെയിൻ്റനൻസ് കമ്മിയാണ്. DIയിൽ സാധാ വിക്ടയ്ക്കാണെങ്കിൽ ചെറിയ മെയിൻ്റനൻസ് വരുന്നുണ്ട്. പക്ഷേ DIക്ക് വലിയ മെയിൻ്റനൻസ് ഇല്ല. മൈലേജ് ഉണ്ടാവും. ഇതിനോട് ചോദിക്കുന്ന വില എത്ര? ഇപ്പോൾ ഇതിന് ചോദിക്കുന്നത് 1,45,000 രൂപ. 1,45,000. 2008 മോഡൽ അല്ലേ? നെഗോഷ്യബിൾ ആണോ റേറ്റ്? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. റഷീദ് ഖാ, ഇത്രയും നേരം സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് വളരെയധികം നന്ദി. ടീം ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വണ്ടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വണ്ടികളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരുടെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇവരുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടികളെക്കുറിച്ചുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ സെല്ലോ, അതേപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് www.sellout.com, ഈ പറഞ്ഞ വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വണ്ടികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.